ഏഷ്യ കപ്പിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് 6 വിക്കറ്റുകൾ നഷ്ടമായി. സ്പിന്നർമാരായ അക്സർ പട്ടേലും കുൽദീപ് യാദവും 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. ഓപ്പണർ സയീം അയ്യൂബ് പുറത്തായത് റൺസൊന്നും എടുക്കാതെയാണ്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും ജയേഷ് പൂക്കോട്ടൂരുണ്ട്. ജയേഷ് പൂക്കോട്ടൂർ, ഗുഡ് ഈവനിംഗ്. ഇന്ത്യക്കെതിരെയുള്ള പാകിസ്ഥാൻ മത്സരത്തിൽ പാകിസ്ഥാൻ വിയർക്കുകയാണോ ഇപ്പോൾ? റൺകുമാർ, വെരി ഗുഡ് ഈവനിങ്. പാകിസ്ഥാൻ വിയർക്കുക തന്നെയാണ്. ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യക്കെതിരെ ഒരു മേധാവിത്വം നേടാൻ പാക് ബാറ്റർമാർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ടോസ് നേടി ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുത്ത പാക് ക്യാപ്റ്റൻ സൽമാൻ ആഗയുടെ തീരുമാനം ആദ്യ പന്തിൽ തന്നെ പാളിയെന്ന് തെളിയിക്കുന്നതായിരുന്നു മത്സരത്തിന്റെ തുടക്കം. ഓപ്പണർ സയീം അയ്യൂബിയെ ആദ്യ പന്ത് വൈഡായിരുന്നു. പിന്നീട് ആദ്യ ലീഗൽ ഡെലിവറിയിൽ തന്നെ വിക്കറ്റിന് മുന്നിൽ കുടുക്കിക്കൊണ്ട് ഹർദിക് പാണ്ഡ്യയാണ് പാകിസ്ഥാന്റെ തകർച്ചയ്ക്ക് തുടക്കമിട്ടത്. പിന്നീട് രണ്ടാം ഓവറിൽ എറിയാനെത്തിയ ജസ്പ്രീത് ബുംറ പാകിസ്ഥാന്റെ മുഹമ്മദ് ഹാരിസിനെയും പുറത്താക്കിക്കൊണ്ട് വലിയ മേധാവിത്വം ഇന്ത്യക്ക് നൽകി. ഓപ്പണർ ഫർഹാൻ മാത്രമാണ് 37 റൺസുമായി ഇപ്പോൾ ക്രീസിലുള്ളത്. അദ്ദേഹത്തിന് മാത്രമാണ് അല്പമെങ്കിലും പിടിച്ചേൽക്കാൻ കഴിഞ്ഞത്. 4-ാം വിക്കറ്റിൽ ഒത്തുചേർന്ന ഫക്കർ സമാനുമായിട്ടുള്ള കൂട്ടുകെട്ട് അല്പമെങ്കിലും ഭേദപ്പെട്ട രീതിയിൽ പാക് ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തോന്നിച്ച ഘട്ടത്തിലായിരുന്നു അക്സർ പട്ടേൽ അദ്ദേഹത്തെ പുറത്താക്കിയത്, ഫഖർ സമാനെ പുറത്താക്കിയത്. 2 വിക്കറ്റുമായി അക്സർ പട്ടേലും കുൽദീപ് യാദവും 2 വിക്കറ്റുമായി തിളങ്ങി. ശ്രദ്ധിക്കാനുള്ളത് ജസ്പ്രീത് ബുംറയും ഒപ്പം തന്നെ ഹർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലും ആദ്യ ഓവറുകളിൽ തന്നെ വിക്കറ്റ് നേടി എന്നുള്ളത് ഇന്ത്യക്ക് വലിയ ഗുണം നൽകുന്ന കാര്യം തന്നെയാണ്. ഒരു ഘട്ടത്തിൽ പോലും പാക് ബാറ്റർമാർക്ക് മേധാവിത്വം നേടാൻ കഴിയുന്നില്ല. നിലവിലിപ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 72 റൺസ് എന്ന നിലയിലാണ് പാകിസ്ഥാന്റെ സ്കോർ. ഓക്കെ, 17ാമത്തെ ഓവർ പുരോഗമിക്കുമ്പോഴാണ് ഇനി 3 ഓവർ കൂടിയാണ് അവശേഷിക്കുക. 100 റൺസ് കടക്കുമോ എന്നുള്ളതാണ്. 14 ഓവർ പിന്നിട്ടിരിക്കുന്നു. ഇനി 6 ഓവർ കൂടി ബാക്കിയുണ്ട്. 74 റൺസാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വിവരം ലഭിക്കുമ്പോൾ. പാകിസ്ഥാൻ നന്നായി വീർക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ, പക്ഷെ ഒന്നും പറയാറായിട്ടില്ല. അവസാനത്തെ 6 ഓവറുകളും നിർണായകമാണ്.